ആ പഴയ കുന്തക്കുരുടി എന്ന നവമാധ്യമ വേദിയിൽ ഞാൻ കേട്ടത് നിങ്ങളോട് എന്ന ധ്യാനചിന്ത പരിപാടിയിലേക്ക് സ്വാഗതം. ദൈവം നമ്മെ മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി 1 ശമൂവേൽ 3:13 വാക്യം വായിക്കാം. 1 ശമൂവേൽ 3:13 വാക്യം. അവൻ്റെ പുത്രന്മാർ ദൈവദൂഷണം പറയുന്ന അകൃത്യം അവൻ അറിഞ്ഞിട്ടും അവരെ ശാസിച്ചമർത്താകൊണ്ട് ഞാൻ അവൻ്റെ ഭവനത്തിന് എന്നേക്കും ശിക്ഷ വിധിക്കും എന്ന് ഞാൻ അവനോട് കൽപ്പിച്ചിരിക്കുന്നു. ഈ വാക്യങ്ങളിൽ നാം വായിക്കുന്നത് ഏലിയുടെ പുത്രന്മാരെക്കുറിച്ചാണ്. ദൈവം ശമൂവേലിനോട് പറയുകയാണ്, ഏലിയുടെ പുത്രന്മാർ ദൈവദൂഷണം പറയുന്ന അകൃത്യം ഏലി അറിഞ്ഞിട്ടും അവരെ ശാസിച്ച് അമർത്താകൊണ്ട് ദൈവം ശിക്ഷ വിധിക്കുമെന്ന്. ഏലിയുടെ പുത്രന്മാർ എങ്ങനെയുള്ളവർ ആയിരുന്നു എന്ന് നാം 2-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അവർ നീചന്മാരും അതുപോലെ തന്നെ യഹോവയെ ഓർക്കാത്തവർ ആയിരുന്നു. അതുമാത്രമല്ല, 17-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, അവർ യഹോവയുടെ വഴിപാട് നിന്ദിച്ചതുകൊണ്ട് അവരുടെ പാപം യഹോവയുടെ സന്നിധിയിൽ ഏറ്റവും വലിയതായിരുന്നു. ഏലിയുടെ പുത്രന്മാർ ദൈവത്തോട് പാപം ചെയ്തു, ദൈവത്തെ നിന്ദിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ലേവ്യ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്, ഒരു യാഗവസ്തു യാഗപീഠത്തിന്മേൽ യാഗം അർപ്പിക്കുമ്പോൾ യാഗം അർപ്പിക്കുന്ന മാംസത്തിൻ്റെ മേധസ്സ് ദഹിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ലേവ്യ പുസ്തകം 17-ാം അധ്യായം 6-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. അവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, പുരോഹിതൻ അവയുടെ രക്തം സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ യഹോവയുടെ യാഗപീഠത്തിന്മേൽ തളിച്ച് മേധസ്സ് യഹോവയ്ക്ക് സൗരഭ്യവാസനയായി ദഹിപ്പിക്കുകയാണ്. എന്നാൽ ഇവിടെ ഏലിയുടെ പുത്രന്മാർ എന്താണ് ചെയ്യുന്നത് എന്ന് 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. അവരുടെ ബാല്യക്കാർ ചെന്ന് മേധസ്സ് ദഹിപ്പിക്കും മുമ്പേ വറുപ്പാൻ മാംസം തരികയെന്ന് പറഞ്ഞ് അതെടുക്കുമെന്ന് പറയുന്ന കാര്യം നാം 2-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. പച്ചമാംസം വറുത്ത് തിന്നാനുള്ള അവരുടെ താല്പര്യം ദൈവത്തിന് അനിഷ്ടമായി എന്ന് അവിടെ കാണാൻ സാധിക്കുന്നു. അവർ ദൈവത്തെ നിന്ദിച്ചു. അവർ യാഗത്തെ അലക്ഷ്യമാക്കിയത് ശിക്ഷയ്ക്ക് കാരണമായി തീർന്നു. അതുമാത്രമല്ല, 2-ാം അധ്യായം തുടർന്നുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവർ ധാർമ്മിക മേഖലയിലും അവർ പരാജയപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഏലി തൻ്റെ മക്കളുടെ പാപത്തെക്കുറിച്ച് അവരോട് സംസാരിക്കുന്നുണ്ട്. എന്നാൽ അവിടെ നമുക്ക് കാണുന്നുണ്ട്, അത് ഗൗരവത്തോടെയല്ല, വളരെ മൃദുവായിട്ടാണ് ഏലി പുരോഹിതൻ സംസാരിച്ചത് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. 2-ാം അധ്യായം 23-ാം വാക്യം നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, ഏലി പുരോഹിതൻ അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഈ വക ചെയ്യുന്നത് എന്ത്? നിങ്ങളുടെ ദുഷ്പ്രവൃത്തിയെക്കുറിച്ച് ഈ ജനമൊക്കെയും പറഞ്ഞു ഞാൻ കേൾക്കുന്നു. അങ്ങനെ അരുത്, എൻ്റെ മക്കളെ, യഹോവയുടെ ജനം നിങ്ങളെക്കുറിച്ച് പരത്തുന്നതായി ഞാൻ കേൾക്കുന്ന കേൾവി നന്നല്ല. ഗുരുതരമായി പാപം ചെയ്ത് തൻ്റെ മക്കളോട് കഠിനമായി ശാസിക്കുന്നതിന് പകരം വളരെ മൃദുവായിട്ട് സംസാരിക്കുന്ന ഒരു പിതാവിനെയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ദൈവപുരുഷൻ ഏലിയുടെ അടുക്കൽ വന്ന് ദൈവിക സന്ദേശം അറിയിക്കുമ്പോൾ ഏലിയുടെ പാപം എടുത്തു പറയുന്നുണ്ട്. 2-ാം അധ്യായം 29-ാം വാക്യം നാം വായിക്കുന്നുണ്ടല്ലോ. ദൈവപുരുഷൻ ഏലിയോട് പറയുകയാണ്, തിരുനിവാസത്തിൽ അർപ്പിപ്പാൻ ഞാൻ കൽപ്പിച്ചിട്ടുള്ള എൻ്റെ യാഗവും വഴിപാടും നിങ്ങൾ ചവിട്ടുകയും എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ എല്ലാ വഴിപാടുകളിലും പ്രധാന ഭാഗം കൊണ്ടും നിങ്ങളെ തന്നെ കൊഴുപ്പിപ്പാൻ തക്കവണ്ണം നീ നിൻ്റെ പുത്രന്മാരെ എന്നേക്കാൾ ബഹുമാനിക്കുകയും ചെയ്യുന്നത് എന്ത്? ഏലി മക്കളെ ദൈവത്തെക്കാൾ ബഹുമാനിച്ചു എന്ന് കൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ പരിണത ഫലം ഏലി കുടുംബമായി അനുഭവിക്കുന്നതായിട്ട് നമുക്ക് തുടർന്നുള്ള വാക്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഇസ്രായേലർ ഫെലിസ്ത്യർ മുമ്പാകെ തോറ്റു ഓടി. അതുമാത്രമല്ല, ദൈവത്തിൻ്റെ പെട്ടകം പിടിക്കപ്പെട്ടു. ഏലിയുടെ പുത്രന്മാരായ ഹൊഫ്നിയും ഫീനഹാസും പെട്ടുപോയി എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അവർ മരിച്ചുപോയി. ഈ കാര്യങ്ങളെല്ലാം ഏലി അറിഞ്ഞപ്പോൾ ഏലിക്ക് എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം. ഏലി പിറകോട്ട് വീണ് കഴുത്തൊടിഞ്ഞ് മരിച്ചു എന്നാണ് കാണാൻ സാധിക്കുന്നത്. തുടർന്നുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, ഫീനെഹാസിൻ്റെ ഭാര്യ പ്രസവത്തോടെ മരിച്ചു എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ദിവസം ആ വീട്ടിലെ 4 പേർ മരിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്.
എന്തുകൊണ്ടാണ് ഏലിയുടെ കുടുംബത്തിന് ഇത് സംഭവിച്ചത് എന്ന് കാണാൻ സാധിക്കുന്നു. ഏലിയുടെ പുത്രന്മാർ ദൈവത്തെ നിന്ദിച്ചു, ദൈവത്തെ മാനിച്ചില്ല എന്ന് കാണാൻ സാധിക്കുന്നു. അതുമാത്രമല്ല ഏലി തൻ്റെ മക്കളെ ശിക്ഷണത്തിൽ വളർത്തുവാൻ പരാജയപ്പെട്ടു. ഏലിയുടെ ചരിത്രം നമുക്കൊരു മുന്നറിയിപ്പും പാഠമായിട്ടാണ് ഇരിക്കുന്നത്. നാം നമ്മുടെ മക്കളെ ശിക്ഷണത്തിൽ വളർത്തണം. നാം അഹരോൻ്റെ പുത്രന്മാരുടെ കാര്യം ലേവ്യ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ. അഹരോൻ്റെ പുത്രന്മാർ അന്യാഗ്നി ദൈവസന്നിധി കൊണ്ടുവന്നപ്പോൾ അവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഉടനെ യഹോവയുടെ സന്നിധിയിൽ നിന്ന് തീ പുറപ്പെട്ട് അവരെ ദഹിപ്പിച്ച് കളഞ്ഞു എന്നാണ് കാണാൻ സാധിക്കുന്നത്. അനുസരണക്കേടിൻ്റെ ശിക്ഷാവധി അവർ അനുഭവിക്കും. നമ്മുടെ ജീവിതത്തിലും അനുസരണക്കേട് വന്നാൽ നാം അതിൻ്റെ ശിക്ഷാവിധി അനുഭവിക്കേണ്ടി വരും. നാം നമ്മുടെ മക്കളെ പൂർണ്ണ ഗൗരവത്തോടെ അനുസരണത്തിൽ പാലിക്കണം. നമ്മുടെ മക്കളുടെ അനുസരണക്കേടിനെ നാം ഗൗരവത്തോടെ കാണണം. മക്കളെ ബാലശിക്ഷയിൽ വളർത്തണം. നാം ശിക്ഷ കൊടുക്കേണ്ട സമയത്ത് തന്നെ ശിക്ഷിക്കണം. സദൃശവാക്യങ്ങൾ 13-ാം അധ്യായത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ. വടി ഉപയോഗിക്കാത്തവൻ തൻ്റെ മകനെ പകയ്ക്കുന്നു എന്നാണ് നാം കാണുന്നത്. അവനെ സ്നേഹിക്കുന്നവനോ ചെറുപ്പത്തിലേ അവനെ ശിക്ഷിക്കുന്നു. നാം നമ്മുടെ മക്കളെ പഥ്യോപദേശത്തിൽ വളർത്തണം. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 6-7 വാക്യം നാം ഇങ്ങനെ വായിക്കുന്നുണ്ടല്ലോ. ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിൻ്റെ ഹൃദയത്തിൽ ഇരിക്കണം. നീ അവയെ നിൻ്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിൽ ഇരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ് മക്കൾക്ക് ദൈവവചനം പറഞ്ഞു കൊടുക്കുക എന്നുള്ളത്. മക്കൾക്ക് ദൈവവചനം പറഞ്ഞു കൊടുക്കണമെങ്കിൽ ആദ്യം മാതാപിതാക്കൾ ദൈവവചനം പഠിക്കണം. ദൈവവചന ഹൃദയത്തിൽ സംഗ്രഹിക്കുന്ന മാതാപിതാക്കൾക്ക് മാത്രമാണ് അവൻ വഴി നടക്കുമ്പോഴും ആയിരിക്കുന്ന സ്ഥാനങ്ങളിലൊക്കെ ദൈവവചനം പറഞ്ഞു കൊടുക്കുവാൻ സാധിക്കുകയുള്ളൂ. ഏലിയുടെ ജീവിതം നൽകുന്ന മുന്നറിയിപ്പും പാഠങ്ങളും നാം മനസ്സിലാക്കി നമ്മുടെ മക്കളോടുള്ള ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടെ നിറവേറ്റി നാം ദൈവത്തെ മാനിച്ച്, ദൈവത്തെ സ്നേഹിച്ച്, ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് ജീവിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ.